ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോയുമായാണ് എത്തിയിരിക്കുന്നത്. കരിമീൻ റോസ്റ്റും കരിമീൻ ഫ്രൈയും ഒക്കെ അല്ലേ നമ്മൾ കൂടുതൽ ഉണ്ടാക്കി കണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് നല്ലൊരു കരിമീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യമായി അതിലേക്ക് വേണ്ട ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. മീഡിയം സൈസ് 4 കരിമീൻ വൃത്തിയാക്കി മുറിച്ചത്, ചതച്ച ഉള്ളി 50 ഗ്രാം, ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 5 അല്ലി, പച്ചമുളക് 4 എണ്ണം, 2 തണ്ട് വേപ്പില, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, കുടംപുളി, മുളക് പൊടി 7 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, വലിയ ജീരകപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവ 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, തേങ്ങാപ്പാൽ 1/2 കപ്പ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ആദ്യം ഒന്ന് വെള്ളമൊഴിച്ച് കുഴച്ച് വെക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവ നന്നായി മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ചതച്ച് വെച്ച ചെറിയ ഉള്ളി ചേർത്ത് അതിന്റെ നിറം ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കാം. നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, അരിഞ്ഞു വെച്ച പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. അരപ്പും കൂടി ചേർത്ത് നല്ലപോലെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അരപ്പിന്റെ പച്ചച്ചുവ മാറുന്നവരെ ചെറിയ തീയിലിട്ട് നമുക്ക് പയ്യെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം പെരിഞ്ചീരകപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി അതിനെ വഴറ്റി കൊടുക്കാം. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കുതിർത്ത് വെച്ച പുളിയുടെ വെള്ളം ആദ്യം ചേർക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്ത് നല്ലോണം ഒന്നുകൂടി ഇളക്കി വെക്കുക. അതിനുശേഷം അതിലേക്ക് പുളിയും പാകത്തിന് ഉപ്പും ചേർത്ത് തിളയ്ക്കാനായി നമുക്ക് വയ്ക്കാം. നന്നായി തിളച്ച് വരുമ്പോഴേക്കും വൃത്തിയാക്കി മുറിച്ചു വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായി നമുക്ക് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ നന്നായി അരപ്പിൽ കിടന്ന് തിളച്ച ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി അതിലേക്ക് ചേർക്കാം. തേങ്ങാപ്പാലും ചേർത്ത് കഴിഞ്ഞ് മീൻ കഷ്ണങ്ങൾ ഉടയാതെ നമുക്ക് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി തിളച്ച് വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ച തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് ചുറ്റിച്ച് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കരിമീൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇത് അപ്പത്തിൻ്റെ കൂടെയും നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയണം. താങ്ക്